ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു DI സൊല്യൂഷൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബാങ്കിംഗ് റൂൾ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ്. ബാങ്കിംഗ് റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡെയിലി ബിസിനസ് ആക്ടിവിറ്റീസിൽ ഇൻകർ ചെയ്യുന്ന സെയിം എക്സ്പെൻസുകൾ നമ്മളൊരു റൂൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കിന് സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ട് ആയി കഴിയുമ്പോൾ സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കലി അത് അത് റീകൺസിലേഷൻ ചെയ്യുന്നതാണ്. അങ്ങനെ ഓട്ടോ റീകൺസിലേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു റൂൾ സെറ്റ് ചെയ്യണം. ആ റൂൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനായി ബാങ്കിംഗ് മൊഡ്യൂളിൽ ക്ലിക്ക് ചെയ്ത് ബാങ്ക് ചൂസ് ചെയ്യുക. റൈറ്റ് കോർണറിലെ ഗിയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാനേജ് ട്രാൻസാക്ഷൻ റൂള് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓപ്പണായി വരുന്ന വിൻഡോയിൽ ന്യൂ റൂള് ക്ലിക്ക് ചെയ്യുക. ന്യൂ റൂള് ചൂസ് ചെയ്യണം. ഇപ്പം റെന്റ് റിലേറ്റഡ് ആയിട്ടാണ് റൂള് സെറ്റ് ചെയ്യുന്നത്. അതിന് റെന്റ് പേ റൂൾ നെയിം എൻ്റർ ചെയ്യുക. റെന്റ് എന്ന് പറയുന്നത് നമ്മുടെ വിഡ്രോവലാണ്. അപ്പോൾ വിഡ്രോവൽ ചൂസ് ചെയ്യുക. ഡിപ്പോസിറ്റിനും ഇപ്പം ഇൻട്രസ്റ്റ് കിട്ടുന്നതാണെങ്കിൽ നമുക്ക് ഡിപ്പോസിറ്റ് ആണെങ്കിൽ അതിൽ നമുക്ക് ഇൻട്രസ്റ്റിന് ഡിപ്പോസിറ്റ് ആയിട്ടൊരു ഡെയിലി ഇൻട്രസ്റ്റ് കിട്ടുന്നതാണെങ്കിൽ അതിൽ നമുക്ക് ഡിപ്പോസിറ്റ് ആയിട്ട് ചൂസ് ചെയ്യാം. ഇത് റെന്റ് എന്ന് പറയുന്നത് നമ്മുടെ വിഡ്രോവലാണ്. അപ്പോൾ വിഡ്രോവലായിട്ട് ചൂസ് ചെയ്യുക. ഇനി കാറ്റഗറി ചെയ്യണം. കാറ്റഗറി ചെയ്യുന്നത് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൾ ദ ഫോളോയിങ് ക്രൈറ്റീരിയ മാച്ച്. അതായത് നാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുന്ന ഓരോ ക്രൈറ്റീരിയയും ഫുള്ളി ഫുൾഫില്ല് ചെയ്താൽ മാത്രമേ ഇത് ഓട്ടോമാറ്റിക്കലി റീകൺസിലേറ്റഡ് ആവത്തുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കാം. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുന്ന ഓരോ റൂളിലും ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻസ് ഓട്ടോമാറ്റിക്കലി നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് സെക്കൻഡ് ഓപ്ഷൻ കൊടുക്കുന്നത്. നമ്മളിവിടെ ഡിസ്ക്രിപ്ഷൻ സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ട് ചെയ്യുന്നതിൽ ഡിസ്ക്രിപ്ഷൻ ഈസ് റെന്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി പെയ്ഡ് ആണെങ്കിൽ പേ കൊടുക്കാം. നെക്സ്റ്റ് എമൗണ്ട് ഫിക്സ്ഡ് ആയതുകൊണ്ട് റെന്റിന്റെ കേസിൽ എമൗണ്ട് ഈക്വൽ ടു 300. അഡീഷണലി നമുക്ക് വേറെ ക്രൈറ്റീരിയാസ് ആഡ് ചെയ്യാൻ പറ്റും. ഇനിയും റെക്കോർഡഡ് ആസ് എക്സ്പെൻസ്. റെക്കോർഡഡ് ആസ് എക്സ്പെൻസിൽ വരുന്ന ഹെഡ് ചൂസ് ചെയ്യുന്നത് അപ്ലൈ ടൂവിലുള്ള ഹെഡ് ചൂസ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ഇവിടുത്തെ ഹെഡ്സിൽ ചേഞ്ചസ് വരുന്നത്. നമ്മൾ വിഡ്രോവൽ ആയതുകൊണ്ട് എക്സ്പെൻസ് ഹെഡ് ആയിരിക്കും ഇവിടെ പോസ്റ്റ് ആകുന്നത്. ലൊക്കേഷൻസ് അക്കൗണ്ട് എന്നുള്ളത് എക്സ്പെൻസിൻ്റെ അണ്ടറിലുള്ള അക്കൗണ്ട്. ഈ റെന്റ് എന്നുള്ളത് ഏത് ഹെഡിലേക്കാണ് ഏത് അക്കൗണ്ടിലേക്കാണ് മാറേണ്ടതെന്നുള്ളതിന് അക്കൗണ്ട് ചൂസ് ചെയ്യുക. ഇനിയും ഔട്ട് ഓഫ് സ്കോപ്പ് GST ഉണ്ടെങ്കിൽ വെൻഡർക്ക് വേണ്ടിയാണെങ്കിൽ വെൻഡറിനെ ചൂസ് ചെയ്യുക. GST റേറ്റ് ഉണ്ടെങ്കിൽ ഇപ്പം റെന്റിന് ടാക്സ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ടാക്സ് റേറ്റ് കൊടുക്കുക. ടാക്സ് റേറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ 18% ഓഫ് ടാക്സ് ചോദിക്കും. നെക്സ്റ്റ് നമുക്ക് റിവേഴ്സ് ചാർജ് ആപ്ലിക്കബിൾ ആണെങ്കിൽ റിവേഴ്സ് ചാർജ് എനേബിൾ ചെയ്യുക. ആൻഡ് ദെൻ സേവ് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ടാക്സ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഔട്ട് ഓഫ് സ്കോപ്പ് കൊടുക്കാം. സർവീസ് റെഫറൻസ് നമ്പർ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഉള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലെ റെഫറൻസ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രം ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. വാല്യൂ ഫ്രം ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ സെപ്പറേറ്റ് ഒരു ബാങ്ക് റെഫറൻസ് നമ്പർ കൊടുക്കുന്നുണ്ടെങ്കിൽ മാനുവലി ആയിട്ട് എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നെക്സ്റ്റ് ആഡ് ട്രാൻസാക്ഷൻസ് ഇൻ ദിസ് റൂൾ എന്ന് പറയുന്നത് റെക്കഗ്നൈസ്ഡ് ട്രാൻസാക്ഷൻസ് ആണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ട് ചെയ്തു, റെക്കഗ്നൈസ് സിസ്റ്റം നമ്മൾ റൂളിംഗ് അനുസരിച്ച് റെക്കഗ്നൈസ് ചെയ്ത് അത് റെക്കഗ്നൈസിലേക്ക് പോകും. അവിടുന്ന് നമ്മുടെ ഒരു ഫർദർ വെരിഫിക്കേഷൻ ആൻഡ് പുഷിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ റീകൺസിലേഷൻ ഓൾ ട്രാൻസാക്ഷനിലേക്ക് മാറത്തുള്ളൂ. അതാണ് റെക്കഗ്നൈസ്ഡ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കാറ്റഗറൈസ്ഡ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്, ആ സമയത്ത് നമ്മൾ അലൗവും ചെയ്യുന്നുണ്ട്. ഇത് രണ്ട് ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ റൂള് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റൂളിനെ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം തന്നെ സോഹോ ബുക്സ് തന്നെ നമ്മുടെ ഒരു സർട്ടൺ ടൈം ഓഫ് കഴിയുമ്പോഴേക്കും അത് ഓട്ടോമാറ്റിക്കലി തന്നെ റീകൺസിലേഷൻ ആവുന്നതാണ്. അതിനാണ് കാറ്റഗറൈസ്ഡ് ട്രാൻസാക്ഷൻ എന്നുള്ളത്. റെക്കഗ്നൈസ്ഡ് ട്രാൻസാക്ഷൻ കൊടുത്തിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ റൂള് സെറ്റ് ചെയ്തു. നെക്സ്റ്റ് ബാങ്കിങ്ങിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ നമുക്ക് ഒരു സർട്ടൺ ടൈം ഓഫ് കഴിയുമ്പോഴും ഇവിടെ ഒരു കാറ്റഗറൈസ് എന്നുള്ളൊരു ടാഗോട് കൂടി ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഈ റൂൾ ഇനി എഡിറ്റ് ചെയ്യണം അല്ലെങ്കിൽ റൂള് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മാനേജ് ട്രാൻസാക്ഷൻ റൂള് തന്നെ എടുത്തിട്ട് അതായത് റെക്കഗ്നൈസ്ഡ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഓപ്ഷനിലാണെങ്കിൽ മാത്രമേ നമുക്കിത് ഡിലീറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ പറ്റുള്ളൂ. കാറ്റഗറൈസ്ഡ് ട്രാൻസാക്ഷനിലാണെങ്കിൽ ഈ ട്രാൻസാക്ഷൻ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. കാറ്റഗറൈസിലാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് റെക്കഗ്നൈസിലാക്കി സേവ് ചെയ്തിട്ട് വേണം പിന്നെ അത് എഡിറ്റ് ചെയ്യാനായിട്ട്. റൂള് സെറ്റ് ചെയ്തതിന് ശേഷം
നമുക്കിങ്ങനെ ഒരു ടാഗ് ലൈൻ വരും. റെക്കഗ്നൈസ്ഡ് ആൻഡ് കാറ്റഗറി എന്നുള്ളൊരു ടാഗ് ലൈൻ വരും. റൂൾ സെറ്റ് ചെയ്യുന്നതിന് ഇങ്ങനെ ഒരു ടാഗ് ലൈനോട് കൂടിയായിരിക്കും. അതിനെ നമ്മൾ മുകളിലേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോഴേക്കും റെക്കഗ്നൈസ്ഡ് ടു എന്നുള്ളത് കാണും. നമ്മൾ റൂൾ സെറ്റ് ചെയ്തിട്ട് എത്രയാണോ റെക്കഗ്നൈസിലേക്ക് വരുന്നത് ആ ഒരു ലിസ്റ്റ് ഔട്ടാണ് ഈ കൗണ്ടിങ് കാണിക്കുന്നത്. ഇത് നമുക്കൊരു റൂൾ സെറ്റ് ചെയ്തതിന് ശേഷം റെക്കഗ്നൈസിൽ വന്നു. ഇനി ഓൾ ട്രാൻസാക്ഷനിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു പുഷപ്പ് അങ്ങോട്ടേക്ക് കൊടുക്കണം. അതിനായിട്ട് ഇതിൽ ഓരോ എൻക്വയറീസും നമുക്ക് നടത്താം. ഈ ട്രാൻസാക്ഷൻ ഡേറ്റ് ആൻഡ് വന്നിരിക്കുന്ന പേയ്മെൻറ്റ് കറക്റ്റ് ആണോ എന്നുള്ളത് എൻക്വയറി ചെയ്തതിന് ശേഷം ആൻഡ് ദെൻ കാറ്റഗറൈസ്ഡ് നൗ എന്നുള്ളത് കൊടുത്തിട്ട് എസ് കാറ്റഗറൈസ്ഡ് കൊടുക്കുമ്പോൾ ഇത് ഓൾ ട്രാൻസാക്ഷനിലേക്ക് റീകൺസിലേറ്റഡ് ആവുന്നതാണ്. നമുക്കിത് കാറ്റഗറൈസ്ഡ് എന്ന ടാഗ് ലൈനിൽ സ്റ്റാറ്റസിൽ ഓൾ ട്രാൻസാക്ഷനിലേക്ക് കാണാം.